KTM ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാർ വ്യവസായിക പരിശീലന വകുപ്പ് ഗവൺമെൻറ് ITI PG പുതിയ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 5 ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PV രവീന്ദ്രൻ, ITI ഓഫീസർമാർ, മേഖലാ ഇൻസ്പെക്ടർ, ട്രെയിനിംഗ്മാർ, ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. പാണഞ്ചേരിയുടെ മാത്രമല്ല ഒല്ലൂർ മണ്ഡലത്തിൻ്റെ വികസന പാതയിൽ പഞ്ചായത്തിൻ്റെ വികസന കുതിപ്പിന് സാധ്യമാകും വിധം മലയോര ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾക്ക് ITI പഠനത്തിന് പ്രധാന കേന്ദ്രമായി PG ITI മാറുമെന്ന് പത്രസമ്മേളനത്തിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PV രവീന്ദ്രൻ പറഞ്ഞു. 5 വൈകിട്ട് 4 മണിക്ക് വിലങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് ഘോഷയാത്രയും 5 മണിക്ക് SNDP സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടന പരിപാടിയും നടക്കും. ഈ വർഷം 2 കോഴ്സുകൾ 24 സീറ്റ് വീതവും അടുത്ത വർഷം 2 കോഴ്സ് കൂടി തുടങ്ങും. SSLC പാസ്സായ ആർക്കും പഠിക്കാനുള്ള സൗകര്യം ITIയിൽ ഉണ്ടാകും. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ പഠനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുമെന്നും അറിയിച്ചു. SCVT മെട്രിക് ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ പഞ്ചായത്തിൽ ക്ഷണിച്ചു തുടങ്ങി. നവംബർ 1 മുതൽ അധ്യയനം ആരംഭിക്കുമെന്നും പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PV രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, KV അനിത, സുബൈദ അബൂബക്കർ, സെക്രട്ടറി ജോൺ PR എന്നിവർ പങ്കെടുത്തു. എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയതിന് ശേഷവും നമുക്കൊക്കെ അറിയാവുന്ന രീതിയിൽ ഭരണപരമായിട്ടുള്ള ചില കാലതാമസം പിന്നീടുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിലെ 4 ജില്ലകളിൽ ഗവൺമെൻറ് ITI തുടങ്ങാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗമെടുത്തു. നമുക്കിപ്പോൾ 2 കോഴ്സാണ് തുടങ്ങാൻ അനുമതി കിട്ടിയത്. 4 കോഴ്സാണ് ഈ താൽക്കാലികമായിട്ടുള്ള സ്ഥലത്ത് തുടങ്ങുക. അതിലിപ്പോൾ ഡേറ്റ് ആയതുകൊണ്ട് ഒന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അത് 2 വർഷത്തെ കോഴ്സാണ്. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതും 2 വർഷത്തെ കോഴ്സാണ്. ഒരു കോഴ്സിന് 24 പേരെ വീതമാണ് ഈ വർഷം അഡ്മിഷൻ കൊടുക്കുക. അതിന് 2 കോഴ്സും കൂടി 48 കുട്ടികൾക്ക് ഇപ്പോൾ ഈ ITIയിൽ പഠിക്കാൻ പറ്റും. അടുത്ത വർഷം ഇലക്ട്രിക്കൽ, മെക്കാനിക്ക്, ഫാഷൻ ടെക്നോളജി, ഈ 2 ട്രേഡ് കൂടി ആരംഭിക്കും. അങ്ങനെ 4 ട്രേഡോട് കൂടിയിട്ടുള്ള ഗവൺമെൻറ് ITI ആയിരിക്കും വിലങ്ങന്നൂരിൽ പ്രവർത്തനം തുടങ്ങുക. അതിനുശേഷം ഗവൺമെൻറ് നോംസ് അനുസരിച്ച് 5 ഏക്കർ സ്ഥലമെങ്കിലും, മിനിമം 5 ഏക്കർ സ്ഥലമെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ അത് ഏറ്റെടുത്ത് സർക്കാർ കെട്ടിടം പണിത് 12ലധികം ട്രേഡോട് കൂടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ITIകളിൽ ഒന്നായിട്ട് PG ITIയെ മാറ്റാമെന്നാണ് മുഖ്യമന്ത്രി നമ്മുടെ MLA മന്ത്രിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജന് കൊടുത്തിട്ടുള്ള ഉറപ്പ്. അതും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടെത്തി PG KERI ക്യാമ്പസിലുള്ള 5 ഏക്കർ സ്ഥലം അന്നത്തെ കളക്ടറായിരുന്ന ശ്രീമതി ഹരിത V. കുമാർ IAS അടക്കമുള്ള നേതൃത്വത്തിൽ അവർ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അവർ ആ സ്ഥലം കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷാ ഫോം കൊടുത്തു തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പ്രോസ്പെക്ടസും അപേക്ഷാ ഫോമും കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അങ്ങനെ 48 കുട്ടികൾക്ക് 2 ട്രേഡിലുമായിട്ട് ഇപ്പോൾ അഡ്മിഷൻ കിട്ടും. ഒരു 20-21 ഈ മാസം 17-ാം തീയതി വരെ അപേക്ഷ കൊടുക്കും. ഈ മാസം തന്നെ അപേക്ഷകളെല്ലാം പ്രോസസ്സിംഗ് നടത്തി അടുത്ത മാസം നവംബർ 1-ാം തീയതി പ്രവർത്തനം ക്ലാസുകൾ തുടങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പാണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച്
സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ ITI അനുവദിച്ചതിലൂടെ സാധ്യമായിട്ടുള്ളത്. അതിൻ്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ വിധത്തിലുള്ള സ്ഥാപനങ്ങളും സ്കൂള് കോളേജൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ടെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയാവുന്ന അംഗീകൃത സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ പഞ്ചായത്തിലില്ല. നമ്മുടെ പഞ്ചായത്തിലാണ് ITI തുടങ്ങുന്നതെങ്കിലും സമീപ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്ക് ഭാവി സുരക്ഷിതമാകത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമുക്കിവിടെ തുടങ്ങാനുള്ള സുവർണ അവസരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ITI തുടങ്ങുന്ന വിവരം നാടാകെ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവജനങ്ങളുമൊക്കെ അവിടെ ITIയിൽ പഠിക്കുന്നതിന് നിബന്ധനകൾ വളരെ ലളിതമാണ്. 15 വയസ്സ് ആയിരിക്കണം, SSLC പാസ്സായിരിക്കണം. ഇത് മാത്രമാണ് നിബന്ധന. എത്ര ഉയർന്ന പ്രായപരിധിയില്ല. ഏത് പ്രായക്കാർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. അത് തന്നെയല്ല, കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം അവിടെ നിന്ന് പാല്, മുട്ട തുടങ്ങിയൊക്കെ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ നമ്മൾ നാടാകെ ഇത് അറിയണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനം അത്രയും ഒരു ഹോംവർക്ക് നടത്തിയതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ റിസൾട്ട് നാടാകെ അറിയുന്ന രീതിയിൽ ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ITI TTCയുടെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസം 5-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ്. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് 2 മന്ത്രിമാർ, വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി, റവന്യൂ വകുപ്പ് മന്ത്രി നമ്മുടെ MLAയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ, ഈ 2 മന്ത്രിമാർ ചേർന്നാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 4 മണിക്ക് വെലങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് നമ്മൾ വലിയ ഘോഷയാത്ര ഈ SNDT ITI ക്യാമ്പസിലേക്ക് മന്ത്രിമാരെ ആനയിച്ച് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശം ഉണർത്തുന്ന രീതിയിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റുന്നതിനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയുമ്പോൾ ആദ്യ വർഷം 48 കുട്ടികൾ പഠിക്കുമ്പോൾ ആ നാട്ടിൽ വലിയ വികസനമാണ് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. അവിടുത്തെ കച്ചവടക്കാർക്ക് പുരോഗതി ഉണ്ടാവും. അവിടെ ഹോം സ്റ്റേകൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന വീട്ടമ്മമാർക്ക് വലിയൊരു അവസരമായിട്ട് മാറും. ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മുടെ പഞ്ചായത്തിൽ വികസനത്തിൻ്റെ പുതിയ ഒരു വഴിത്താരയാണ് ഈ ഗവൺമെൻറ് ITI പ്രവർത്തനം തുടങ്ങുന്നതിലൂടെ സാധ്യമാകുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതി, സെക്രട്ടറി, സ്റ്റാഫ് എല്ലാവരും അഭിമാനത്തോടെയാണ് ഈ ITIയിലെ ഭരണേൽക്കാൻ തയ്യാറെടുക്കുന്നത്. അതിൽ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയം ഈ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി തന്നെ ക്ലാസ് റെഗുലറായിട്ട് ആരംഭിക്കും. നവംബർ 1-ാം തീയതി ക്ലാസ് ആരംഭിക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഒരു ITI ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടാവും. അങ്ങനെ നമുക്ക് മുൻഗണന കൊടുക്കാനുള്ള അവസരമില്ല. ഗവൺമെൻറ് ITI ആയതുകൊണ്ട് അതിൻ്റെ നിയമപ്രകാരമുള്ള പ്രവേശനം തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ സാധിക്കൂ.